വയനാട് കള്ളാടിയിൽ ഗതാഗത നിയന്ത്രണം. തിരച്ചിൽ നടക്കുന്നതിനാൽ മീനാക്ഷി പാലത്തിലൂടെ ചൂരൽമല മേപ്പാടി ഭാഗങ്ങളിലേക്ക് പോകുന്ന അവശ്യ സർവീസ് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ 2 മണിക്കൂർ ഇടവിട്ട് മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, അവിടേക്കുള്ള KSRTC ബസ്സുകളുടെ അടക്കം സർവീസുകൾ പുനരാരംഭിച്ചു എന്ന വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ തുടരെയുണ്ടാകുന്ന ഗതാഗതം തിരച്ചിലിന് തടസ്സമാകുന്നു എന്ന് കണ്ടാണോ ഇപ്പോഴത്തെ നിയന്ത്രണം? അതെ മധു, രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുന്നത്. ഈ തിരച്ചിൽ നടക്കുന്ന കള്ളാടി മേഖലയിൽ തിരച്ചിലിന്റെ 5ാമത്തെ ദിവസമാണിത്. നിർമ്മാണ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജറായിട്ടുള്ള വിക്രം റാണ സിംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു. പക്ഷേ വീണ്ടും ഈ തിരച്ചിലിനെ അത് കാര്യമായിട്ട് ബാധിക്കുന്നു. നിരവധി വാഹനങ്ങൾ ഓരോ സമയവും കടന്നു പോകുമ്പോൾ തിരച്ചിലിനെ അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ജില്ലാ ഭരണകൂടം പുതിയ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ മേഖലയിൽ, അതായത് തൊട്ടപ്പുറത്ത് ചൂരൽമല, അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ കടന്നു പോകുന്നതിന് വേണ്ടിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. അത് തന്നെ 2 മണിക്കൂർ ഇടവിട്ട് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അനുകൂല കാലാവസ്ഥയാണ് തിരച്ചിലിനെ സംബന്ധിച്ച്. ഇന്ന് ഈ ഏറ്റവും ഒടുവിൽ കണ്ടെത്തേണ്ട വിക്രം റാണയെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാദൌത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴിവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടങ്ങുന്ന ആംബുലൻസ് അടങ്ങുന്ന ഔദ്യോഗിക സംഘങ്ങളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു വാഹനങ്ങളും ഇവിടെ നിർത്തിയിടാനോ കടന്നു പോകാനോ സമ്മതിക്കില്ല. തൊട്ടപ്പുറത്തുള്ള പ്രദേശവാസികൾക്ക് കൃത്യമായിട്ട് കാര്യം ബോധിപ്പിച്ചാൽ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു പോകാമെന്നാണ് പറഞ്ഞില്ല. അതോടൊപ്പം തന്നെ 2 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് മാത്രമേ അങ്ങനെ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കൂ എന്നുള്ളതും ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നേരത്തെ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഇപ്പോൾ അതിൽ ചെറിയ ഇളവ് വന്നിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്ത് ഒഴികെയുള്ള, അതോടൊപ്പം തന്നെ കുറുവാദ്വീപ് പോലെയുള്ള ചില പ്രത്യേക ഇടങ്ങൾ മാറ്റിവെച്ചാൽ വയനാട് ജില്ലയിലെ ബാക്കിയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ വയനാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടി വയനാട്ടിലെ വിനോദസഞ്ചാര മേഖല നേരിട്ടിരുന്നു. അതുൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം മറ്റു കേന്ദ്രങ്ങളിലെ വിവരങ്ങൾ നൽകിയത്. ചൂരൽമല മേപ്പാടി ഭാഗത്തേക്ക് ഈ മീനാക്ഷി പാലത്തിലൂടെയുള്ള ഗതാഗതം അത് ഏറ്റവും അവശ്യ സർവീസുകൾ മാത്രമായി ലഘൂകരിച്ചിരിക്കുന്നു. 2 മണിക്കൂർ ഇടവേളകളിൽ മാത്രം അത് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അനുകൂല കാലാവസ്ഥയാണ്. തെരച്ചിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരാളെ കൂടി വീണ്ടും കിട്ടാനുണ്ട്.